ഒരുങ്ങുകയാണ് ഓണപ്പൊട്ടൻ. ഒരാണ്ടിലേക്കുള്ള ഐശ്വര്യം ഓണക്കാലത്ത് പകരാനായി. ആചാരവിധിപ്രകാരമാണ് എല്ലാം. നിറവിളക്ക് വെച്ച് മുഖത്തെഴുത്തോടെ തുടക്കം. പണ്ടേ തലമുറ കൈമാറി വന്ന അതേ രീതി, അതേ ചായം. മുഖത്തെഴുത്തു കഴിഞ്ഞാൽ പിന്നെ മുടിവെക്കലായി. മുടിവെച്ചാൽ പിന്നെ ഓണപ്പൊട്ടനായി. കുടയെടുത്തരിയെറിഞ്ഞ് പുറപ്പാടായി. ഓണേശ്വരൻ എന്നാണ് ശരിക്കും പേര്. മിണ്ടാട്ടമില്ലാത്ത ഓണേശ്വരനെ പഴമക്കാർ ഓണപ്പൊട്ടൻ എന്ന് വിളിച്ചു. മലയ സമുദായത്തിൽപ്പെട്ട തെയ്യം കലാകാരന്മാരാണ് ഓണപ്പൊട്ടൻ കെട്ടിയാടുന്നത്. വ്രതശുദ്ധിയോടെ ആചാരവിധിപ്രകാരമാണിത്. ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീനമായിട്ട് മലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് കെട്ടാറുള്ളത്. അപ്പോൾ ഞങ്ങൾ തലമുറയായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് ഇവിടെ ചിങ്ങമാസം വന്നു തുടങ്ങിയാൽ തിരുവോണം നാളായാൽ ഓണപ്പൊട്ടൻ എല്ലാ വീട്ടിലും പോയി ഐശ്വര്യം നൽകുന്നതാണ്. അത് എല്ലാ മതസ്ഥരായാലും എല്ലാവർക്കും ഓണപ്പൊട്ടനെ കാത്തു നിൽക്കുകയാണ് ചെയ്യാറ്. മലബാറിലെ ഓണം പൂർണ്ണമാകാൻ ഓണപ്പൊട്ടനെത്തി അനുഗ്രഹിക്കണമെന്നതാണ് വിശ്വാസം. അതിനായി നിലവിളക്കും നിറനാഴിയും വെച്ച് കാത്തിരിക്കും ഓരോ വീട്ടുകാരും. ഓണപ്പൊട്ടൻ മറ്റൊരു തെയ്യക്കാലത്തിൻ്റെ തുടർച്ച കൂടിയാണ്. കർക്കിടകത്തിലെ കലിയനും ചിങ്ങത്തിലെ ശ്രീബോധിയും പിന്നിട്ടാണ് തിരുവോണമാകുമ്പോൾ ഓണപ്പൊട്ടനെത്തുന്നത്. കാലം മാറി പലതുമില്ലാതായപ്പോഴും ഓണപ്പൊട്ടൻ പണ്ടേതുപോലെയുണ്ട് ഇപ്പോഴും. ഓരോ നാട്ടുവഴികളിലും ഐശ്വര്യത്തിൻ്റെ മണിക്കിലുക്കവുമായി. കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ ഓണപ്പൊട്ടനെ തൊഴുതു വണങ്ങി അരിയും ദക്ഷിണയും നൽകി അനുഗ്രഹം വാങ്ങും. ഓണപ്പൊട്ടൻ എല്ലാ വർഷവും വരുന്നതാണ്. ഞങ്ങൾക്ക് ഓണപ്പൊട്ടൻ വരുന്നത് നല്ല സന്തോഷമാണ്. ഞങ്ങൾ വരവേക്കാൻ കാത്തിരിക്കാറുണ്ട്. ഓണപ്പൊട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വീടിനും നാടിനും ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓണക്കാലം ആ സമയത്താണ് ഞങ്ങൾക്കൊരു ഒരു തൃപ്തി ആവുള്ളൂ. ഓണാണ് ഇന്ന് എന്നുള്ളൊരു ആ രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു തൃപ്തിയാണ് മനസ്സിന്. ജാതിക്കും മതത്തിനും അപ്പുറത്താണ് ഓണപ്പൊട്ടൻ്റെ സ്ഥാനം. ഇസ്ലാം മതവിശ്വാസികളും വീട്ടിലേക്ക് ഓണപ്പൊട്ടനെ വരവേറ്റ് ദക്ഷിണ നൽകുന്നത് ഈ നാടിൻ്റെ നല്ല കാഴ്ചയാണ്. ഓണപ്പൊട്ട എല്ലാ കൊല്ലവും വരുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നല്ല ഭംഗിയാണ്. എല്ലാ വർഷവും ഫോട്ടോ ഒക്കെ എടുക്കും. വടക്കൻ കേരളത്തിൻ്റെ നാട്ടുവഴികളിൽ മാത്രം കാണുന്ന നന്മയുടെ കാഴ്ച. ഓണപ്പൊട്ടൻ നാട്ടിലെത്തിയാൽ നാട്ടിലും വീട്ടിലെത്തിയാൽ വീട്ടിലും ഐശ്വര്യമെന്നതാണ് പഴയ വിശ്വാസം. പാടവരമ്പിലൂടെ ഓണപ്പൊട്ടൻ നീങ്ങി അരിയെറിഞ്ഞാൽ നൂറുമേനി വിളവെന്ന് പഴമക്കാർ പണ്ടേ പറഞ്ഞു. ഇന്നും അത് ഏറ്റുപറയുന്നുണ്ട് പുതുതലമുറ. മിണ്ടാട്ടമില്ലാതെ മണിക്കിലുക്കവുമായി ഓണപ്പൊട്ടൻ അരിയെറിഞ്ഞ് നീങ്ങുമ്പോൾ അതൊരോർമ്മപ്പെടുത്തൽ കൂടിയാണ്. നല്ലതൊന്നും അങ്ങനങ്ങ് മായുകില്ലേ മണ്ണിൽ. ഓണം പൂർണ്ണമാകണമെങ്കിൽ ഓണപ്പൊട്ടനെത്തണം. ഓണക്കാലത്ത് മലബാറിലെ നാട്ടുവഴികളിൽ വയൽ വരമ്പുകളിലെ നല്ല കാഴ്ചയാണ് ഓണപ്പൊട്ടൻ. ഓണക്കാലത്തെ നന്മയുടെയും മേന്മയുടെയും കാഴ്ച. കാലമെത്ര മാറിയാലും മാറ്റമില്ലാതെ തുടരുകയാണ് ആ നല്ല കാഴ്ചകൾ. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടം താരക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. വടക്കൻ കേരളത്തിൽ അല്ലേ ഓണപ്പൊട്ടന്റെ മഹാത്മ്യം വളരെ വിഖ്യാതമാണ്. ദൈവസങ്കല്പം, ഒരു ദൈവസങ്കല്പമാണ്. എല്ലാ വീടുകളിലും പോവും. അവിടെ മതാതീതമാണ്. പ്രത്യേകം പറയണം.